सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुधम् पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 13-ാമത്തെ അധ്യായം. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ. ശ്ലോകം 14 മുതൽ 18 വരെ വായിക്കാം. താം സ്ഥാൻ വിപന്നാം സഹിതത്ര തത്ര വിഹായ ജാതം പരിഹൃത്യ സാർത്ഥഃ ആവർത്തതേദ്യാഭിനകശ്ചിദത്ര വീരാധന പാരമുപൈതി യോഗം. ഓക്കെ, നല്ല കഴിഞ്ഞ ദിവസം വായിച്ചതാണല്ലേ. 15 മുതൽ വായിക്കാം. മനസ്സിനോ നിർജിതാ ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭുവി ബദ്ധവൈരാഃ മൃധേ ശരീയന്നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈരോധിയാതി. പ്രസജ്ജതി ക്വാഭിലതാ ഭുജാശ്രയ തദാശ്രയാ വ്യക്തപദദ്വിജസ്പൃഹ ക്വചിത് കഥാചിത് ഹരിചക്രതാത്രസൻ സഖ്യം വിദത്തേ ഭഗകംഗഗൃധ്രൈഃ തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചയൻ ശീലമുപൈതി വാനരാൻ തജ്ജാതിരാസേന സുനിർവൃതേന്ദ്രിയ പരസ്പരോദ്വീക്ഷണ വിസ്മൃതാവധിഃ. ദ്രുമേഷു രംസ്യൻ സുദദാരവത്സലോ യവായദീനോ വിവശസ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്ധരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജബീത ആസ്ഥിതഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ജയമാഭായ് മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 13. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ. ശ്ലോകം 15. മനസ്സിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭുവി ബദ്ധവൈരാഃ മൃതേ ശരീരൻ നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈര അഭിയാതി. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. തുല്യശക്തരായ ശത്രുക്കളെ കീഴടക്കിയ ധാരാളം രാഷ്ട്രീയ സാമൂഹിക നായകന്മാർ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷെ ഭൂമി അവരുടേതാണെന്ന അജ്ഞത മൂലം അവർ പരസ്പരം യുദ്ധം ചെയ്യുകയും യുദ്ധക്കളത്തിൽ ജീവൻ പൊലിഞ്ഞ് വീഴുകയും ചെയ്യുന്നു. പരിത്യാഗ ക്രമത്തിലുള്ളവർ സ്വീകരിച്ചിട്ടുള്ള ആധ്യാത്മിക പാത സ്വീകരിക്കാൻ അവർക്ക് കഴിവില്ല. അവർ വലിയ നായകന്മാരും
രാഷ്ട്രീയ നേതാക്കളുമാണെങ്കിലും അവർക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത കൈവരിക്കാനാവില്ല. ശ്ലോകം 16. പ്രസജ്ജതി ക്വാഭിലതാഭുജാശ്രയ തദാശ്രയ അവ്യക്തപദദ്വിജ സ്പൃഹ ക്വചിത് കദാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിദത്തേ ഭഗകങ്ക ഗൃദ്രൈഹി. വിവർത്തനം. ചില സമയങ്ങളിൽ ഭൗതിക വനത്തിലെ ജീവസത്ത വള്ളിച്ചെടികളുടെ ആശ്രയം തേടുകയും അവയിലെ പക്ഷികളുടെ കളകൂജനങ്ങൾ ശ്രവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വനത്തിലെ സിംഹത്തിന്റെ ഘോര ഗർജനം ഭയന്ന് അവൻ കൊറ്റികളോടും ക്രൗഞ്ചങ്ങളോടും കഴുകന്മാരോടും സൗഹൃദം ഉണ്ടാക്കുന്നു. ശ്ലോകം 17. തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചയൻ ശീലമുപൈദിവാനരാൻ തജ്ജാതിരാസേന സുനിർവൃതേന്ദ്രിയഃ പരസ്പരോ ഉദ്വീക്ഷണ വിസ്മൃതാവതിഹി. വിവർത്തനം. അവരാൽ വഞ്ചിക്കപ്പെട്ട ഭൗതിക ലോകമാകുന്ന വനത്തിലെ ജീവസത്ത പ്രഹസനക്കാരായ അത്തരം യോഗികളോടും സ്വാമികളോടും അവതാരങ്ങളോടുമുള്ള സഹവാസം ഉപേക്ഷിക്കാനും യഥാർത്ഥ ഭക്തന്മാരോട് സമ്പർക്കം പുലർത്താനും ശ്രമിക്കുമെങ്കിലും ദൗർഭാഗ്യം മൂലം അവന് ആധ്യാത്മിക ഗുരുവിന്റെയോ ഉന്നത ഭക്തന്മാരുടെയോ നിർദ്ദേശങ്ങൾ പിന്തുടരാൻ കഴിയാതെ വരുന്നു. അതിനാൽ അവൻ അവരുടെ സഖ്യം ത്യജിക്കുകയും ഇന്ദ്രിയ പ്രീണനത്തിലും സ്ത്രീകളിലും മാത്രം തൽപരരായ കുരങ്ങന്മാരുടെ ചങ്ങാത്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇന്ദ്രിയ പ്രീണനക്കാരുടെ സഹവാസത്താൽ ലൈംഗിക ജീവിതവും ലഹരിയും ആസ്വദിക്കാൻ കഴിയുന്ന അവൻ സംതൃപ്തനാകുന്നു. ആ രീതിയിൽ ലൈംഗിക ജീവിതത്തിലും ലഹരിയിലും മുഴുകിയും അവൻ അവന്റെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നു. ഇന്ദ്രിയാസ്വാദന തൽപരരായ മറ്റുള്ളവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ സർവവും വിസ്മരിച്ചു പോകുന്ന അവൻ അവരുടെ പാതയിലൂടെ മൃത്യുവിനെ സമീപിക്കുന്നു. ശ്ലോകം 18. ദ്രുമേഷുരംസ്യൻ സുതദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ ക്വചിത് പ്രമാദാത് ഗിരികന്ധരേ പദൻ വല്ലീം ഗൃഹീത്വാ ഗജബീദ ആസ്തിദഃ. വിവർത്തനം. ജീവസത്ത വൃക്ഷത്തിന്റെ ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരത്തിലേക്കും അവിടെ നിന്ന് വേറൊന്നിലേക്കും മാറി മാറി ചാടുന്ന വാനരനായി മാറുമ്പോൾ ലൈംഗികാസ്വാദനം ഒഴിച്ച് മറ്റൊരു നേട്ടവുമില്ലാത്ത ഗൃഹസ്ഥ വൃക്ഷത്തിൽ തന്നെ തുടരുന്നു. അവിടെ അവന്റെ പത്നി അവനെ ഒരാൺകഴുതയെ എന്ന പോലെ തൊഴിക്കുന്നു. വിടുതൽ നേടാൻ കഴിവില്ലാത്ത അവൻ ആ നിസ്സഹായാവസ്ഥയിൽ കാലം കഴിക്കുന്നു. ചിലപ്പോൾ അവൻ ഒരു പർവ്വത ഗുഹയിൽ പതിക്കും പോലെ ഏതെങ്കിലും മാറാരോഗത്തിന്റെ ഇരയായി തീരുന്നു. ആ ഗുഹയുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഒരാനയെ എന്ന പോലെ അവൻ മൃത്യുവിനെ ഭയപ്പെടുന്നു. സഹായത്തിന് ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന അവൻ ആ വള്ളിച്ചെടിയുടെ വള്ളികളിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ജഡഭരതൻ ഒരു ജീവനുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച്, ഈ ഭൗതിക ലോകത്തിൽ സന്തോഷമായി ജീവിക്കാം എന്ന് വിചാരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടുകൂടി ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ജീവനുണ്ടാകുന്ന വിപരീത അനുഭവങ്ങളെക്കുറിച്ച്, ഈ പ്രകൃതിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവന് മറ്റുള്ള ജീവികളിൽ നിന്നും, തൻ്റെ സഹവാസികളിൽ നിന്നും, മറ്റുള്ള മനുഷ്യരിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും തലമുറകളോളം ആ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടും അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, എന്താണ് ഇതിന് പരിഹാരം എന്ന് ചിന്തിക്കാതെ അവർ വീണ്ടും വീണ്ടും പൂർവികർ ചെയ്ത അതേ കാര്യങ്ങൾ തുടർന്നു വരികയാണ് ചെയ്യുന്നത്. അവർക്കൊരിക്കലും ആ ഒരു യോഗത്തിലേക്ക്, ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് എത്തിപ്പെടാനുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല.
എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. അവരൊരിക്കലും യോഗത്തിലേക്ക് വരുന്നില്ല. തലമുറകളായിട്ട് ഈ ദുരിതങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കുന്നത്. എന്നിട്ടും തങ്ങൾ വലിയ സന്തുഷ്ടരാണ്, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ സമൂഹത്തിൽ ഉയർന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ വീണ്ടും തുടർന്നു പോവുകയാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥ ദുരിതത്തിന്, ദുഃഖത്തിന് പരിഹാരം നേടാൻ ആരും സാധാരണഗതിയിൽ ശ്രമിക്കുന്നില്ല എന്ന് പറയും. ഇവിടെ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, മനസ്സിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭുവി ബദ്ധവൈര. വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ, ശക്തന്മാരായിട്ടുള്ള സാമൂഹിക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ മുൻകാലത്ത് തൻ്റെ ശത്രുക്കളോടൊക്കെ പടപൊരുതി ദിഗ്ഗജേന്ദ്ര, വലിയ വലിയ ആനകളെ പോലെ ശക്തന്മാരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ അവർ തോൽപ്പിച്ചു. അവർ ഇതെന്റെ രാജ്യമാണ്, ഇതെന്റെ രാഷ്ട്രമാണ്, ഇതെന്റെ സമൂഹമാണ്, ഇതെന്റെ മതമാണ്, ഇതെന്റെ സമുദായമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, അതുപോലെ തൻ്റെ മതത്തിനു വേണ്ടി, തൻ്റെ രാഷ്ട്രീയത്തിനു വേണ്ടിയൊക്കെ മറ്റുള്ളവരോട് പടപൊരുതി മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളായി കണ്ട് പലരും വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇപ്പോഴില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്തുമുണ്ട്. അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ അവസാനം അവരുടെ ആ മനുഷ്യ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ആ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ ആ മനുഷ്യ ശരീരം അവർ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അവർക്ക് ലോകത്തിലുള്ള എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കാൻ സാധിച്ചു. പക്ഷേ സ്വന്തം ഉള്ളിലുള്ള ശത്രുക്കളെ, മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങുന്ന 6 ശത്രുക്കളെ അവർക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിച്ചു. അവരുടെ കൂടെ നടക്കുന്ന 6 ശത്രുക്കൾ, മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങുന്ന ആ ശത്രുക്കളെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്കൊരിക്കലും മൃദേശരീരൻ അതു തദ്വ്രജന്തി, അവർക്കൊരിക്കലും ഭഗവാന്റെ ധാമത്തിലേക്ക്, പരമമായിട്ടുള്ള ആ ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് അറിവ് പോലും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അവർ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ ശത്രുക്കളായി കണ്ട് ഭൂമിയിൽ പടപൊരുതി, മറ്റുള്ളവരോടൊക്കെ പടപൊരുതി വിജയം നേടി, ലോകം മുഴുവൻ നേടി എന്ന് വിചാരിച്ച് അവസാനം ശരീരം വെടിയും. പക്ഷെ അവർക്ക് ഭഗവത് ധാമത്തിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? യന്യസ്തദണ്ഡോ ഗതവൈരോഭിയാദി. അവർക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിനെ ഉപേക്ഷിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് അപ്പോഴും ഭൗതിക ലോകത്തിനോട് ആകർഷണമുണ്ട്. മാത്രമല്ല അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ ധാരാളം ശത്രുക്കളുമുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ ശത്രുക്കളുള്ളവനും ഈ ലോകത്തിനോട് ആകർഷണമുള്ളവനും ഒരിക്കലും ആത്മീയ മാർഗത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. ആ പാത സ്വീകരിക്കാൻ തന്നെ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത്. കാരണം പുറമേയാണ് അദ്ദേഹം ശത്രുക്കളെ കാണുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ശത്രുക്കളെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ ആത്മീയ പാതയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. പ്രസജ്ജതി ക്വാഭിലതാഭുജാശ്രയ തദാശ്രയ അവ്യക്തപദദ്വിജസ്പൃഹ ക്വചിത് കദാചിത് ഹരിചക്രഥാസ്ത്രസൻ സഖ്യം വിദത്തേ ഭഗകംഗകൃദ്രൈ. ഇനി മറ്റു ചിലർ, സാധാരണഗതിയിലുള്ള ആളുകൾ എന്തിനെയാണ് ഈ ലോകത്ത് സുഖം കിട്ടുമെന്ന് വിചാരിച്ച് അവരെന്തിനെയാണ് ആശ്രയിക്കുന്നത്? ലതാഭുജാശ്രയ. അവർ ആ വനത്തിലുള്ള വള്ളിക്കുടിലിനെയാണ് ആശ്രയിക്കുന്നത്. കാട്ടിൽ ധാരാളം വള്ളിക്കുടിലുകൾ കാണാൻ സാധിക്കും. ആ വള്ളിക്കുടിലിനെയാണ് അവർ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പോൾ എന്താണ് ആ വള്ളിക്കുടിൽ എന്ന് പറയുന്നത്? അത് ഭാര്യയും മക്കളും ഒക്കെ അടങ്ങുന്ന ആ കുടുംബമാണ്. കുടുംബത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ സുഖമുണ്ടാകും എന്നാണ് അവർ തെറ്റായിട്ട് വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെയുള്ള ഏറ്റവും വലിയ ആകർഷണം എന്താണ് എന്നും പറയുന്നുണ്ട്. തദാശ്രയാവ്യക്ത പദദ്വിജസ്പൃഹ. അവ്യക്ത പദദ്വിജസ്പൃഹ എന്നാണ്. അവ്യക്തമായിട്ടുള്ള അവരുടെ ആ സംസാരം, ആ ഭാര്യയുടെയും അതേപോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെയും, കൊച്ചുകുട്ടികൾ അവ്യക്തമായിട്ട് അങ്ങനെ സംസാരിക്കും. അവർക്ക് പദങ്ങളൊന്നും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൊഞ്ചിക്കൊണ്ട്
മുറിഞ്ഞുകൊണ്ടുള്ള ആ കുഞ്ഞുങ്ങളുടെ സംസാരം അത് ആ വ്യക്തിക്ക് വളരെയധികം ആകർഷണീയമാണ്. അതൊരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ സംഭാഷണം കേൾക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബ ബന്ധത്തിൽ ആകർഷിതനായി അങ്ങനെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? ആ വള്ളിക്കുടലിൽ അങ്ങനെ സുഖമായിട്ടിരിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്നും സിംഹത്തിന്റെ ഗർജനം കേൾക്കുമെന്നാണ് പറയുന്നത്. ഹരി ചക്രത ത്രസൻ. ഹരി എന്ന് പറയുന്നത് സിംഹം എന്നും അർത്ഥമുണ്ട്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പേരുമാണ്. ആ വള്ളിക്കുടലിൽ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നും ഹരിയുടെ സിംഹത്തിന്റെ ഗർജനം കേൾക്കും. അങ്ങനെ ഭയക്കും. ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഭയന്നോടുന്ന സമയത്ത് അവനെ പറ്റിക്കാൻ വേണ്ടി ചില ആളുകൾ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാം, നീ സിംഹത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ആ സിംഹത്തിനെ ഓടിക്കാനുള്ള വഴിയറിയാം എന്ന് പറഞ്ഞ് ചില ആളുകൾ, ആരൊക്കെയാണ്? സഖ്യം വിദത്തെ ഭഗഗംഗാഗൃധ്രൈഹി. ഭഗഗംഗൃധ്രൈ. ഭഗം എന്ന് പറയുന്നത് കൊറ്റികളാണ്. കൊറ്റിപ്പക്ഷികൾ, ക്രൗഞ്ചങ്ങൾ, കുരുവികൾ, അതേപോലെ കഴുകന്മാർ. ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ വന്ന് അവനോട് പറയും, ഞങ്ങൾ നിന്നെ സിംഹത്തിൽ നിന്ന് രക്ഷിക്കാം. അപ്പൊ അതാരാണ്? അവർക്കൊരിക്കലും സിംഹത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ അവനെ വഞ്ചിക്കാൻ വേണ്ടി ഈ പക്ഷികളൊക്കെ വന്ന് പറയുന്നതാണ്. കൊറ്റികളും ക്രൗഞ്ചങ്ങളും എന്ന് പറയുന്നത് മനോഹരമായിട്ട് സംസാരിക്കുന്ന കുരുവികൾ അവനെ പറഞ്ഞ് പറ്റിക്കും. അവന്റെ മാംസം കഴിക്കാൻ താല്പര്യമുള്ള കഴുകന്മാർ അവനെ പറ്റിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പക്ഷികൾ ആരാണ്? കപട ഗുരുക്കന്മാരാണ്. സമൂഹത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കാം, ഈ സിംഹമാകുന്ന മരണത്തിൽ നിന്നും. സിംഹം എന്ന് പറയുന്നത് കാലമാണ്. കാലത്തിന്റെ ശബ്ദം മുഴങ്ങുന്ന സമയത്ത് രോഗത്തിന്റെ പീഡയും വാർദ്ധക്യത്തിന്റെ പീഡയും മരണത്തിന്റെ ഭയമൊക്കെ അവനുണ്ടാവും. അപ്പോൾ രോഗത്തിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി അതിനോടുള്ള ഭയം കൊണ്ട് അവൻ സമൂഹത്തിൽ ആർക്കാണ് തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് അന്വേഷിച്ച് നടക്കും. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് അവനെ ഈ പക്ഷികൾ, കപട ഗുരുക്കന്മാർ, അവനെ സംസാരിച്ച് പാട്ടിലാക്കാൻ സാധിക്കുന്ന ചില ആളുകൾക്ക് മനോഹരമായിട്ട് സംസാരിച്ച ആളുകളെ വശീകരിക്കാൻ സാധിക്കും. അതാണ് കുരുവികൾ, ക്രൗഞ്ചങ്ങൾ എന്ന് പറയുന്നത്. അവരോടൊക്കെ ആകർഷിക്കപ്പെട്ട് അവരുടെ ആശ്രിതനായി പോകും. ഇദ്ദേഹത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കും, ഇദ്ദേഹം എന്റെ ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോകും. ചിലപ്പോൾ കപട അവതാരങ്ങൾ ഉണ്ടാകും. ഞാൻ ഈശ്വരന്റെ അവതാരമാണ്, നിന്നെ മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് സിദ്ധന്മാരായിട്ടും അവതാരങ്ങളായിട്ടും അഭിനയിക്കുന്ന ധാരാളം വ്യക്തികൾ, ധാരാളം ആളുകൾ, വഞ്ചകന്മാർ സമൂഹത്തിലുണ്ടാകും. ആ വഞ്ചകന്മാരെയാണ് ഇവിടെ ഭഗഗംഗൃധ്രൈ എന്ന് പറയുന്നത്. അത് അവരൊരു കൂട്ടമാണ്, അവരൊരു ടീമാണ്. അവരുടെ പിടിയിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത്. അവന് ഭാഗ്യമില്ല. യഥാർത്ഥ ഭക്തന്മാരുടെ സഹവാസത്തിലേക്ക്, യഥാർത്ഥ ഭക്തി ചെയ്ത് ഭഗവാന്റെ അടുത്ത് പോകാനുള്ള ആ ഒരു സാഹചര്യം അവന് കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വഞ്ചകന്മാർ, പക്ഷികൾ അവനെ പറ്റിക്കുന്നത് എന്ന് പറയും. ഇനി അഥവാ അവന് ഭാഗ്യമുണ്ടായി, ആ പക്ഷികളും അവനെ അവസാനം പറ്റിക്കും, അല്ലേ? കാരണം സിംഹത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല. അവരാലും അവൻ പറ്റിക്കപ്പെടും. അങ്ങനെ പറ്റിക്കപ്പെടുന്ന സമയത്ത് അവൻ മനസ്സിലാവും, ഇവർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. തൈർവഞ്ചിതോ ഹംസകുലം സമാവിശ. അവരാലും വഞ്ചിക്കപ്പെട്ട് പിന്നീട് ഭാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹംസകുലം, യഥാർത്ഥ ഭക്തന്മാരുടെ സഹവാസത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹംസകുലം, യഥാർത്ഥ ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന, എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ആ ഗുരുപരമ്പരയുമായി ബന്ധപ്പെടാൻ സാധിക്കും. ഹംസകുലം സമാവിശൻ അരോചയൻ ശീലമുപൈതി വാനരാൻ. പക്ഷെ അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ അവന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവർ ചില ഇന്ദ്രിയ നിയന്ത്രണങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അതനുസരിച്ച് പരിശീലനം നടത്താൻ അവന് ക്ഷമയില്ല. അവൻ വീണ്ടും ആ വാനരന്മാരുടെ കൂട്ടത്തിലേക്ക്, ശീലമുപൈതി വാനരാൻ, ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ എന്തു വേണമെങ്കിലും ചെയ്യാം, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം
ഇന്ദ്രിയ തൃപ്തി എത്ര വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അവനെ പറ്റിക്കുന്ന ആ കപടഗുരുക്കന്മാരുടെ അടുത്തേക്കും ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്ത വാനരന്മാരുടെ അടുത്തേക്കും അവൻ തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. കാരണം അതാണ് അവന്റെ ആ യഥാർത്ഥ സ്വഭാവം, അവന്റെ താല്പര്യം അതാണ്. നിയമങ്ങളും നിയന്ത്രണങ്ങളും പറയുന്നവരുടെ അടുത്തേക്ക് അവൻ പോകുന്നില്ല, അവൻ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. തജ്ജാതിരാസേന സുനിർവൃതേന്ദ്രിയ പരസ്പരോദ്വീക്ഷണ വിസ്മൃതാവതി. അവന്റെ പഴയ കൂട്ടുകാരെ, പഴയ സംഘത്തിനെ കാണുന്ന സമയത്ത് അവൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്ന് വീണ്ടും തിരിച്ചു പോകുന്നു എന്ന് പറയും. അപ്പോൾ ആത്മീയ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര എളുപ്പമല്ല. സ്വാഭാവികമായിട്ടുള്ള ആ പ്രകൃതിയുടെ സ്വഭാവം, മനസ്സിന്റെ സ്വഭാവം നിയന്ത്രണമില്ലാതെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വീണ്ടും തിരിച്ചു പോകും, ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ദ്രുമേഷുരം സുതാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനെ ക്വചിത് പ്രമാദാ ഗിരികന്ധരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജബീത ആസ്ഥിത. അപ്പൊ അങ്ങനെയുള്ള അവന്റെ അവസ്ഥ എന്താണ്? ഇന്ദ്രിയ തൃപ്തി എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷത്തിനെ, വനത്തിലുള്ള വൃക്ഷത്തിനോട് ഇവിടെ ഉപമിച്ചിരിക്കും. ആ ഇന്ദ്രിയ തൃപ്തി കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടും, സുഖം കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു കുരങ്ങൻ ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുരങ്ങനെ പോലെയാകും എന്നാണ് പറയുന്നത്. കുരങ്ങൻ എന്താണ് വിചാരിക്കുന്നത്? ആ വൃക്ഷത്തിന്റെ ഒരു ചില്ലയിൽ ഇരിക്കുന്ന സമയത്ത് മറ്റേ ചില്ലയിലേക്ക് ചാടിയാൽ അവിടെയാണ് കൂടുതൽ സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അവിടേക്ക് ചാടും. അവിടെയും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, മറ്റൊരു ചില്ലയിലേക്ക് ചാടും. ഇങ്ങനെ ആ വൃക്ഷത്തിൽ തന്നെ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്കും ചാടുന്ന കുരങ്ങനെ പോലെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്തു നോക്കും ഒരു വ്യക്തി. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പല പല കാര്യങ്ങളും ചെയ്ത് ഓരോ ഇന്ദ്രിയത്തിനെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യനെ ഒരു വൃക്ഷത്തിന്റെ ശാഖയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കുരങ്ങനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ. ക്വചിത് പ്രമാദാത് ഗിരികന്ധരേ പതൻ വല്ലീം ഗൃഹീത്വാ ഗജബീത ആസ്ഥിത. മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നു. അവസാനം അവൻ ആ മരണമാകുന്ന ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചാടിച്ചാടി സമയം കഴിഞ്ഞ് അവസാനം ഒരു ആന ഗുഹയുടെ മുന്നിൽ എത്തിച്ചേർന്നാൽ ഉള്ള അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആന ഒരു വലിയ ഗുഹയുടെ മുന്നിൽ എത്തിച്ചേർന്നാൽ ആന ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ആ ഗുഹയിൽ നിന്നും വലിയ ശബ്ദം കേൾക്കും. അപ്പോൾ ഈ ആനയ്ക്ക് ഭയമുണ്ടാകും. ഗുഹയ്ക്കകത്തേക്കുള്ള ഇരുട്ട് കാണുന്ന സമയത്ത് വലിയ ഭയമുണ്ടാകും. അപ്പോൾ ആന ആ ഗുഹ കണ്ട് പിന്തിരിഞ്ഞ് ഓടി ഏതെങ്കിലും വള്ളിക്കുടിലിൽ അഭയം പ്രാപിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ അവസാനം എല്ലാവരുടെയും മുന്നിൽ ആ ഗുഹ പ്രത്യക്ഷമാകും. മരണമാകുന്ന ഗുഹ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവന് വലിയ ഭയമുണ്ടാവുകയും അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യും. അവന് ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ള അവസ്ഥ, ആശ്രയിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഒരു ഗുഹയുടെ മുന്നിൽപ്പെട്ട ആനയെ പോലെ അവസാനം ഒരു വ്യക്തി എത്തിച്ചേരും, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വ്യത്യസ്ത ഉപമകളിലൂടെ ജഡഭരതൻ ബഹുഗണ രാജാവിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തുടർന്നും ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇന്ന് പ്രത്യേക ദിവസമാണ്, തിരുവോണമാണ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. നമുക്ക് നാമജപം തുടരാം. അതിനുശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ജപിച്ചോളൂ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद